ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഇബെക്സ് ഗെയിമിംഗ്. ഇപ്പോൾ ഗൈസ് നമ്മുടെ ബസ് സിമുലേറ്റർ കേരളയുടെ സെക്കൻഡ് പാർട്ടാണ്. ഓക്കെ ഗൈസ്, നിങ്ങൾ ഫസ്റ്റ് പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ കാണണം, തീർച്ചയായിട്ടും കാണണം ഗൈസ്. അപ്പം നമ്മളിന്ന് വീഡിയോയുടെ ഇച്ചിരി വൈകിപ്പോയി. ബിക്കോസ് നമുക്ക് നമ്മുടെ ബിസിനസ് പരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു, കുറച്ച് സ്ഥലങ്ങളൊക്കെ പോകാനുണ്ടായിരുന്നു ഗൈസ്. അപ്പം കുറച്ച് വീഡിയോ ഇടാൻ ലേറ്റായി. നമ്മൾ സാധാരണ 4 തൊട്ട് 6 മണി വരെയുള്ള സമയങ്ങളിലാണ് ഗൈസ് നമ്മൾ വീഡിയോ ഇടാറ്. സോറി, ഇച്ചിരി താമസിച്ചു പോയി. ഏകദേശം നമുക്കിപ്പോൾ വീട്ടിലോട്ട് കിടക്കാം. നമ്മളിപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ വഴിയൊന്നും അറിഞ്ഞുകൂടാതെ നമ്മൾ കുറേ പോയിട്ട് പിന്നെ ബസ് സ്റ്റാൻഡൊക്കെ കണ്ടുപിടിച്ച് നമ്മൾ ബസ് സ്റ്റാൻഡിൽ കൂടെ കയറി ട്രിപ്പ് എടുത്ത് ഇപ്പോൾ ഫസ്റ്റ് സ്റ്റോപ്പാണ് ഗൈസ്. അപ്പം നമുക്ക് പാർക്കിംഗ് ലൈറ്റൊക്കെ ഇട്ട് ഇതിൻ്റെ അകത്തും കേരളത്തിലെ ബസ്സുകളെ പോലെ മണി അടിക്കുമല്ലോ, അതുപോലെ കറക്റ്റ് സ്റ്റോപ്പിന് 1 മണി, പിന്നെ വണ്ടി എടുക്കാനായിട്ട് 2 മണി. 2 മണി ഗൈസ്, വണ്ടി എടുക്കാനായിട്ട് 2 മണി. അങ്ങനെ മണിയൊക്കെ അടിച്ച് ഓക്കെ. നല്ല ഒറിജിനാലിറ്റി ഉണ്ട്, കുറച്ചൊക്കെ ഒറിജിനാലിറ്റി ഉണ്ട്. പക്ഷേ ഈ സ്ഥലം കേരളത്തിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ എന്നോട് ചോദിക്കല്, എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഇങ്ങനത്തെ സ്ഥലമൊന്നും കേരളത്തിൽ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ, നമുക്ക് അടുപ്പിച്ച് സ്റ്റോപ്പുണ്ട് ഗൈസ്. ഇത് മിക്കവാറും ഭയങ്കര പാട്ടാണ് ഗൈസ്. വലിയ ലോങ് ഒന്നുമല്ല ഗൈസ് നമ്മളെടുക്കുന്നത്, ഷോർട്ട് ട്രിപ്പാണ്. ഇതിൻ്റെ താപ്പന 3 സ്ഥലം കൊണ്ടേ ഉള്ളൂ ഗൈസ്. നമ്മൾ സ്ഥലവും നോക്കിയില്ല, മാപ്പൊന്നും എടുത്ത് നോക്കിയില്ല ഗൈസ്. നമുക്ക് അടുത്ത ദിവസം ഷോർട്സിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം. നമ്മൾ പിന്നെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയുടെ ഒരു വീഡിയോ ഇട്ടാണ് ഗൈസ്. അപ്പം ഒരു എറർ കാരണം നമ്മളെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയുടെ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല ഗൈസ്, എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വൈറ്റ് ക്യാമറ ഇട്ടാണ് ഇപ്പോൾ ഓടിക്കുന്നത്. ഫ്യൂൽ സ്റ്റേഷനൊക്കെ ഉണ്ട് ഗൈസ്. ഹലോ, ഇങ്ങോട്ട് കയറ്റുന്നു ഫ്യൂൽ സ്റ്റേഷനിലോട്ടാണ്. ഓക്കെ ഗൈസ്, നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം ഗൈസ്. നിങ്ങളെ വ്യൂസ് കുറവാണ്, എന്നാലും നിങ്ങൾ കാണുന്നവരെങ്കിലും ലൈക്ക് ഒന്ന് കമൻറ്റും ചെയ്യണം ഗൈസ്, പ്ലീസ് ഗൈസ്. കാണുന്നവരെങ്കിലും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യും, എന്നാലേ എനിക്കൊരു മോട്ടിവേഷൻ ആവത്തുള്ളൂ. നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് ഇച്ചിരി കൂടെ ഇൻട്രസ്റ്റ് കൂടുന്നത് നമുക്ക് വീഡിയോ ഒക്കെ ഇടാനായിട്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ എനിക്ക് വീഡിയോ ഇടാൻ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. ഗൈസ്, നമ്മുടെ 3rd സ്റ്റോപ്പാണ്. അപ്പം നമുക്കിവിടെ നിർത്തി കൊടുക്കാം ഗൈസ്. ഓക്കെ, വെച്ചിട്ടുണ്ട്. ഓക്കെ, ഫ്രണ്ടിലോട്ട് കയറ്റി നിർത്താം. ഡോർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓക്കെ, വണ്ടി എടുത്ത് പോകാം ഗൈസ്. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്, പിന്നെ ലൈക്കും കമൻറ്റും ചെയ്യണം ഗൈസ്. നിങ്ങൾ അതെങ്കിലും ചെയ്യും ഗൈസ്. സബ്സ്ക്രൈബ് ഇപ്പോൾ ചെയ്യുന്ന ആൾക്കാർ കുറഞ്ഞു ഗൈസ്. നേരത്തെ നല്ല സപ്പോർട്ടായിരുന്നു, ഇപ്പോൾ സബ്സ്ക്രൈബ് പോലും ചെയ്യുന്നില്ല. സബ്സ്ക്രൈബ് ലൈക്കും ചെയ്യുന്നു ഗൈസ്, കമൻറ്റും ചെയ്യുന്നു ഗൈസ്. അത് നിങ്ങൾ കുറച്ചെങ്കിലും ലൈക്ക് തരുന്നു, ഇപ്പോൾ ലൈക്ക് വരെ തരുന്നില്ല. അപ്പം ലൈക്ക് കമൻറ്റൊക്കെ ചെയ്യണം ഗൈസ്, എന്നാലേ നമുക്ക് വീഡിയോ ഇടാൻ കുറച്ചുകൂടെ മോട്ടിവേറ്റ് ആവത്തുള്ളൂ ഗൈസ് നമ്മൾ വീഡിയോ ഇടാനായിട്ട് ഗൈസ്. അപ്പം നമുക്ക് സ്റ്റോപ്പ് ഉള്ളിടത്തൊക്കെ ഇങ്ങനെ പച്ച കളറിൽ പെട്ടി വില കാണിക്കും ഗൈസ്. അത് കൊള്ളാം, സംഭവം കൊള്ളാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റേ മണി അടിച്ചിട്ടില്ലേ, അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. സൂപ്പറല്ലേ സംഭവം, സൂപ്പറാണ് ഗൈസ്. നമ്മൾ വൈറ്റ് ക്യാമറ ഈ ബസ്സാണ് ഇവിടെ കൂടുതലുള്ളത്, തമിഴ്നാട് ബസ്സാണെന്ന് തോന്നുന്നു കേട്ടാ. ഞാൻ KSRTC ബസ് ഇതുവരെ ഇത് കണ്ടിട്ടില്ല കേട്ടോ ഗൈസ്. പക്ഷെ നമ്മൾ ഗാരേജിൽ പോകുമ്പോൾ നമുക്ക് KSRTC ഉണ്ട്, ഫാസ്റ്റ് പാസഞ്ചറുണ്ട്, നമുക്ക് എടുക്കാം ഗൈസ്. KSRTC എടുക്കാം ഗൈസ്. നമുക്ക് ഫ്യൂലൊക്കെ അടിച്ച് നല്ല ചിലവുണ്ട് ഗൈസ്. ഫ്യൂല് നമ്മൾ ഇതുവരെ അടിച്ചിട്ടില്ല. ഇത് ഇങ്ങനെ ഒരു കുഴപ്പമാണ് ഗൈസ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ തിരിച്ചാൽ പിന്നെ അവിടെ ഇരിക്കും. ഇപ്പോൾ ഓക്കെ ഗൈസ്, നമുക്ക് 3 ഗ്ലാസും കാണാം. അപ്പം നമുക്ക് അടുത്ത സ്റ്റോപ്പ് എവിടെയാണെന്ന് നോക്കാം ഗൈസ്. നമ്മൾ ലൈറ്റൊക്കെ ഇട്ടിട്ടാണ് ഗൈസ് പോകണം. നമ്മൾ താഴെ ഒരു ഗ്രീൻ കളർ ലൈറ്റ് വെക്കുന്നുണ്ട് സ്റ്റിയറിങ്ങിൻ്റെ അവിടെ. ലെഫ്റ്റിലോട്ട് ഗൈസ് 3 വഴിയുണ്ട്. അത് വേറെ മറ്റേ 3 സ്ഥലമേ ഉള്ളൂ ഗൈസ്. ഇതിൻ്റെ അത് ഞാൻ അടുത്ത ഷോർട്സിൽ ഇടാം ഗൈസ്. അടുത്ത ഷോർട്സിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം. നമുക്ക് കേരള ബസ് സിമുലേറ്ററിൽ ഏതൊക്കെ സ്ഥലമുള്ളത്, മൂവാറ്റുപുഴ ഏത് റോഡാണ് ഗൈസ്. അപ്പോൾ നമുക്ക് നോക്കാം ഗൈസ്. നിങ്ങൾ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം ഗൈസ്, എന്നാലേ എനിക്ക് ഇച്ചിരി ഒരു മോട്ടിവേഷനൊക്കെ ആകത്തുള്ളൂ. അപ്പം നമുക്ക് പോവാം ഗൈസ്.
വണ്ടി പഠിക്കാൻ നമ്മൾ ഇച്ചിരി പുറകോട്ടാ ഗെയിമിൽ. ഇതിനകത്ത് അത്ര കൺട്രോൾ ഇല്ല ഗസ്. കൺട്രോൾ അടുത്ത ഓക്കെ, അടുത്ത ലെഫ്റ്റ് തിരിഞ്ഞിട്ടാണ് ഗസ് നമുക്ക്. അപ്പം ഓമിനെയൊക്കെ പറന്നാണല്ലോ പോകുന്നത്, പതിയെ പോയി കേട്ടോ. ഓക്കെ, അടുത്ത സ്റ്റോപ്പ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞ തന്നെ ഞാൻ ഒന്നുകൂടെ സൂചിപ്പിക്കുകയാണ്, ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ് പ്ലീസ്. ഞാനല്ല എനിക്ക് ഇച്ചിരി സപ്പോർട്ടീവ് മൈൻഡ് ആകത്തുള്ളൂ ഗൈസ്. സപ്പോർട്ടീവ് മൈൻഡ് എന്നല്ല, നിങ്ങൾ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ ഗൈസ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, എന്നാലേ എനിക്കൊരു മോട്ടിവേഷൻ ആകത്തുള്ളൂ. നിങ്ങളതാണ് ആ ചെയ്യുന്നതാണ് എനിക്കുള്ള മോട്ടിവേഷൻ. നിങ്ങൾ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുന്നതാണ് ഗൈസ് എനിക്കുള്ള മോട്ടിവേഷൻ. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ 5ാമത്തെ സ്റ്റോപ്പ് എത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഓക്കെ നേരെ പോവാം. ഓക്കെ അല്ല ഗൈസ്, നമ്മൾ നേരെയല്ല പോകണ്ട. മാപ്പിൽ വേണ്ട, റിവേഴ്സ് എടുക്കാനാണ് കാണിക്കുന്നത്. ഓ, ബാക്കിൽ വണ്ടി വന്നു ഇടിച്ച്. നമുക്കപ്പോളേ മുകളിലോട്ട് തിരിച്ചു കയറ്റാം. ഇതുകൊണ്ട് പച്ച ബസ് പോയതല്ല, പച്ച ബസ്. ഓ, നമ്മൾ വൈറ്റ് ക്യാമറ ആക്കിയിട്ടുണ്ട്. നമുക്ക് ഈ കാറിൽ പോയിട്ട് റിവേഴ്സ് എടുക്കാം. റിവേഴ്സ് വരുന്നില്ലല്ലോ. ആ ബസ് റിപ്പോർട്ട് റിവേഴ്സ് വരുന്നില്ല ഗൈസ്. ഓ നേരെ റിവേഴ്സ് വരുന്നത്, തിരിഞ്ഞ് റിവേഴ്സ് വരും. ചേട്ടാ ഒരു വീട്ടിൽ നിൽക്കണം. വണ്ടിക്ക് ഈ പിക്കപ്പുകാരെ മുട്ടി നിൽക്കുവാണ് പോകാനായിട്ട് ഗൈസ്. നമുക്കിവിടെ നിന്ന് തിരിച്ച് ഈ ബസ്സിൻ്റെ പുറകെ ഇടിച്ച് സോറി കേട്ടോ, സോറി, ക്ഷമിക്കണം. വണ്ടിയൊക്കെ ഓടിച്ച് പഠിച്ച് വരുന്നേ ഉള്ളൂ. അപ്പം നമുക്ക് ഇവിടെ താഴോട്ട് അങ്ങോട്ട് ഇറങ്ങാം. ഓക്കെ, അത് നമ്മുടെ കിടിലൻ റോഡാണെന്നാണ് തോന്നുന്നത്. ക്യാമറ മാറ്റി കളയുന്നു. ഓക്കെ, ഈ ഇവിടെ നിന്ന് അങ്ങോട്ട് കിടിലല്ല, അതിൻ്റെ അപ്പുറം റോഡാണ് ഗൈസ്, ചെളി റോഡാണ് ഗൈസ്. ഇത്രയും നേരം കുറച്ച് ടാറൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഫുള്ള് ചെളിയായി. ചെളി മൺ റോഡായി ഗൈസ്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പാണ് ഈ റോഡിലോട്ട് ഇറങ്ങിയിട്ടുള്ള. നമ്മൾ കഴിഞ്ഞ ലെഫ്റ്റ് ഇപ്പം നമ്മൾ മൂന്നാമത്തെ ലെഫ്റ്റാണ് ഗൈസ്. നമ്മൾ ആദ്യം ലെഫ്റ്റ് എടുത്ത് എന്നിട്ട് വീണ്ടും അവിടെ മെയിൻ റോഡിൽ വന്നിട്ട് വേറെ ലെഫ്റ്റ് എടുത്ത് പിന്നെ നമ്മളിപ്പം ഇങ്ങോട്ട് ഈ റോഡിലോട്ട് ഇറങ്ങി ഗൈസ്. 3 ലെഫ്റ്റ് എടുത്ത് നമ്മൾ റോഡൊക്കെ പഠിച്ചു വെക്കണ്ടേ. ഇവിടെ 3 സ്ഥലമുള്ളൂ, എന്നാൽ റോഡൊക്കെ പഠിച്ചു വെക്കണ്ടേ. മാപ്പില്ലാതെ ഇറങ്ങിയൊക്കെ വരണ്ടേ. ഓക്കെ, നല്ല കത്തിയിലാണ് ഗൈസ്. വണ്ടി 54 പോകുന്നത്, കത്തിക്കോ അങ്ങോട്ട്. കുറേ പോയിട്ടേ ഒരു ചവിട്ടാ, കുറേ അങ്ങ് എത്തിക്കഴിയുമ്പം ഒരു ചവിട്ടാ വണ്ടി ഇടിക്കുമെന്ന് പറഞ്ഞു. വണ്ടി ഇടിക്കുമെന്ന് പറഞ്ഞല്ല, സ്ലോ ആക്കുന്നേ. പക്ഷെ ഭയങ്കര ഒറ്റ ക്രിയ. ചേട്ടാ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തേക്കുമല്ലേ, അറിയാതെ പറഞ്ഞത് പാർക്ക് ചെയ്തേക്കുന്നല്ല. നമ്മളിപ്പോൾ അറിയാതെ വണ്ടി ജസ്റ്റ് ഒന്ന് തട്ടിയതുള്ളൂ. അപ്പോഴത്തേനും എന്താണ്ട സ്റ്റോപ്പ് എന്നുള്ള മണി അടിച്ച്. അങ്ങനെ പുറകിലുള്ള വണ്ടിക്കാരൻ ഇടിക്കുമ്പോഴേ സ്റ്റോപ്പ് എന്നുള്ള മണി അടിക്കുന്നുണ്ടോ. ഓക്കെ, റെഡി. ഈ വണ്ടി റെക്കോർഡ് അങ്ങോട്ട് പോകും. ചേട്ടാ നില്ല്, നിങ്ങളൊന്ന് കയറിപ്പോട്ടെ. അടുത്ത ചേട്ടനെ കയറ്റി വിടാൻ ഞാൻ വെറുതെ ലൈറ്റൊക്കെ ഇട്ട് കഴിച്ചു. ഞാൻ ലൈറ്റൊക്കെ ഇട്ട് പരിശോധിച്ചതാണ് ലൈറ്റൊക്കെ കത്ത് വന്നു. ഗ്യാരേജിൽ കയറണ്ട വണ്ടി രസം. ഓക്കെ, ഇപ്പം നമ്മൾ ശ്രദ്ധിച്ച് മാപ്പൊക്കെ നോക്കിയാണ് കേസ് പോകുന്നത്. ഓ ചേട്ടൻ പോയാ? ചേട്ടൻ വേണം ഇവിടുന്ന് കയറിപ്പോ. അങ്ങോട്ട് കയറ്റി നോക്കാം കേസ്. ആ ചേട്ടന്മാർ ഇങ്ങോട്ട് വരുന്നു. ഓ കയറിപ്പോയാ ചേട്ടാ? അടുത്ത വണ്ടിക്കാരൻ ഈ ബസ്സുകാർ ഇടിച്ചില്ലെന്ന് പറഞ്ഞാലേ കേസ് പോകുന്നത്. അത് നമുക്ക് ഇച്ചിരി പേടിയാണ്. ടിപ്പറുകാരനെ ടിപ്പറുകാരന് ഒരു ഒന്നാമത് ഇടിച്ചിട്ട് പോയാൽ ഇപ്പം ഇച്ചിരി ഇരുട്ടിയിട്ടുണ്ട് കേസ്.
വലിയൊരു വളവാണ് ഗൈസ്. വളവ് ഇറക്കം കൂടെ സ്റ്റോപ്പ് എത്തിയാണ് നമ്മൾ ഗൈസ്. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഫസ്റ്റ് ട്രിപ്പ് എടുത്ത് ഇവിടെ നിന്നുണ്ട് ഗൈസ്. ട്രിപ്പ് എടുത്തിട്ട് ഇവിടെ തന്നെ വന്ന വീണ്ടും. അത് ശരി, നമ്മൾ ഇങ്ങനെ പോയി ഇങ്ങനെ കറങ്ങി വന്ന. ഇല്ല ബസ് സ്റ്റാൻഡ് ഒന്ന് തന്നെ പോയി. ബസ് സ്റ്റാൻഡല്ല ഒന്ന് തന്നെ തോന്നുന്നു ഗൈസ്. അപ്പം നമുക്ക് പാർക്കിംഗ് അവിടെ നോക്കാം. ഓ അങ്ങനെ ഇങ്ങനെ കൊണ്ട് നിർത്തി വന്ന്. ഓ ആൾക്കാർ ഇറങ്ങത്തില്ല. അങ്ങനെ ഇങ്ങനെ കൊണ്ട് നിർത്തിയാലൊന്നും ആൾക്കാർ ഇറങ്ങത്തില്ല. വലിയ വണ്ടി ഉണ്ടോ? ഡോർ ഓപ്പൺ ചെയ്തിട്ട് ഇറങ്ങാം. ഓ ഇവിടെ മണ്ടിക്കുണ്ട് ഗൈസ്. സ്റ്റോപ്പ് പ്രോപ്പർന്ന് അങ്ങനെ എന്തോ എഴുതിയിട്ടുണ്ട് ഗൈസ്. എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്കപ്പോലെ മര്യാദയ്ക്ക് നിർത്താം വണ്ടി ഇടിപ്പിക്കാൻ. കുറച്ച് അങ്ങോട്ട് തിരിച്ചിട്ട് അങ്ങോട്ട് പോയിട്ട് ഇങ്ങനെ കറക്കി എടുത്തുകൊണ്ട് വരാം. ഓക്കെ. ഓ വണ്ടി എടുത്തില്ല, ജസ്റ്റ് ഞങ്ങളല്ലേ ചവിട്ടി. നമുക്ക് റിവേഴ്സ് എടുത്ത് ഫുള്ളടിക്കാം ഗൈസ്. ഫുള്ളടിച്ചിട്ട് ഡോറൊക്കെ ഓപ്പണാണ്. ഫുള്ളടിച്ച് ഓക്കെ ഗൈസ്. നമുക്കുള്ള പേയ്മെൻ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് എത്ര രൂപ കിട്ടിയിട്ടുണ്ടെന്ന്. ഓക്കെ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ലൈക്ക് ഒക്കെ ചെയ്യണം ഗൈസ്. താങ്ക് യു.